അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ 7ാമത്തെ പാഠഭാഗമാണ്. പാഠം 7, മൗലാന അബുൽ കലാം ആസാദ്. എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് കൊടുത്തേക്കണേ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ തീ തുപ്പുന്ന നാളുകളിൽ പ്രശ്നസങ്കീർണത കൊണ്ട് നിറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ധീരോദാത്തമായ നേതൃത്വം നൽകിയ മഹാനായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. 1939 മുതൽ 46 വരെയുള്ള കോൺഗ്രസിൻ്റെയും സ്വാതന്ത്ര്യസമരത്തിൻ്റെയും ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ചരിത്രമാണ്. ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ, സിംല കോൺഫറൻസ്, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം തുടങ്ങി സമരകാലഘട്ടത്തിലെ അതിനിർണായകമായ ചരിത്ര സംഭവങ്ങളുടെ ഗതി നിയന്ത്രിക്കാൻ നായകത്വം വഹിച്ച മൗലാന ആസാദ് ഇന്ത്യൻ ദേശീയതയുടെ കത്തിജ്വലിച്ചു നിന്ന തേജസ്സായിരുന്നു. ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെയും കോൺഗ്രസിൻ്റെയും നിലപാടിനെപ്പറ്റി തീരുമാനമെടുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം അഭിപ്രായ സംഘട്ടനം കൊണ്ട് നട്ടം തിരിഞ്ഞിരുന്നു. അന്ന് സമന്വയത്തിൻ്റെയും പ്രായോഗിക ബുദ്ധിയുടെയും മികവിൽ പ്രശ്നങ്ങളെ കയ്യിലൊതുക്കിയ മൗലാന ആസാദ് നേതാക്കന്മാരുടെ നേതാവായിരുന്നു. ഗാന്ധിജി പോലും ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചുപോയ ഒരവസരത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തും നേതൃത്വത്തിൻ്റെ അതുല്യ പാടവവുമായി മൗലാന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നു. ലോകമഹായുദ്ധം അവസാനിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം. അതുവരെ ഭരണനിർവഹണത്തിനായി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കാം. കൗൺസിൽ അംഗങ്ങൾക്ക് മന്ത്രിമാരുടെ പദവി നൽകാം. വൈസ്രോയിക്ക് ഭരണഘടനാപരമായ രാഷ്ട്രത്തലവൻ്റെ സ്ഥാനമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവയായിരുന്നു അധികാര കൈമാറ്റത്തിന് ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ. ഈ വ്യവസ്ഥകൾ പണ്ഡിറ്റ് ജവഹർലാൽ ഉൾപ്പെടെ പല മുതിർന്ന നേതാക്കളും അംഗീകരിച്ചെങ്കിലും ഗാന്ധിജി അതിനെ തള്ളിക്കളയുകയാണുണ്ടായത്. അങ്ങനെ അതീവ ഗുരുതരമായി തീർന്ന ഈ പ്രശ്നപരിഹാരത്തിനായി ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ യോഗമായിരുന്നു. 1942 മാർച്ച് 29 മുതൽ ഏപ്രിൽ 11 വരെ തുടർച്ചയായി 2 ആഴ്ച കൂടിയ വർക്കിംഗ് കമ്മിറ്റി അവസാനം ക്രിപ്സ് മിഷൻ വ്യവസ്ഥ തള്ളിക്കളയുകയാണുണ്ടായത്. വൈസ്രോയി വേവൽ പ്രഭു മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത സിംല കോൺഫറൻസും പരാജയപ്പെട്ടു. എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കമാണ് സിംല കോൺഫറൻസ് പരാജയപ്പെടാൻ കാരണം. കൗൺസിലിലെ മുസ്ലിം പ്രതിനിധികളെ ലീഗ് തീരുമാനിക്കുമെന്നും ഹിന്ദു അംഗങ്ങളെ കോൺഗ്രസ് തീരുമാനിക്കണമെന്നുമുള്ള ജിന്ന സാഹിബിൻ്റെ വാദമാണ് പ്രശ്നം സങ്കീർണമാക്കിയത്. മുസ്ലിം പ്രതിനിധികളെ ലീഗിന് നിശ്ചയിക്കാമെന്നും എന്നാൽ കോൺഗ്രസ് പ്രതിനിധികൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന കാര്യം കോൺഗ്രസ് തന്നെ തീരുമാനിച്ചു കൊള്ളാമെന്നുമുള്ള നിലപാട് ലീഗ് അംഗീകരിച്ചില്ല. കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ മുസ്ലിം പേര് ഉണ്ടായിരിക്കരുത് എന്ന് ലീഗിന് നിർബന്ധമുണ്ടായിരുന്നു. മുസ്ലിം പ്രാതിനിധ്യം മറ്റാരും അവകാശപ്പെടാൻ പാടില്ല എന്ന നയമായിരുന്നു ലീഗിൻ്റേത്. കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന ആസാദ്, പണ്ഡിറ്റ് ജി, സർദാർ വല്ലഭായി പട്ടേൽ തുടങ്ങിയവരായിരുന്നു കോൺഗ്രസ് പ്രതിനിധികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ക്രിപ്സ് മിഷനും സിംല കോൺഫറൻസും പരാജയപ്പെട്ട ശേഷം അധികാര കൈമാറ്റത്തിനുള്ള വ്യക്തവും പ്രായോഗികവുമായ ദൗത്യവുമായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ എത്തിയത്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള സാമുദായിക പ്രാതിനിധ്യ പ്രശ്നം കൂടി പരിഹരിക്കത്തക്ക വിധത്തിലാണ് ക്യാബിനറ്റ് മിഷൻ വ്യവസ്ഥകൾ തയ്യാറാക്കിയത്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം സ്വീകരിക്കാമെന്നും പ്രൊവിൻസുകൾക്ക് ധനകാര്യം, ആഭ്യന്തരകാര്യം എന്നീ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ സ്വയംഭരണാവകാശം നൽകാമെന്നും വിദേശകാര്യം, പ്രതിരോധം, വാർത്താവിനിമയം എന്നീ 3 വകുപ്പുകൾ മാത്രം കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യണമെന്നുമായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ വ്യവസ്ഥകൾ. അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ പ്രോവിൻസുകൾക്ക് സ്വയംഭരണത്തിനുള്ള ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗും സങ്കീർണമായ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതിനാൽ കോൺഗ്രസും ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അംഗീകരിച്ചു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അതിനിർണായകമായ ഈ തീരുമാനമെടുക്കാൻ അരങ്ങത്തും അണിയറയിലും നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന മൗലാന അബുൽ കലാം ആസാദായിരുന്നു. ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രയാകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി.
അധികാര കൈമാറ്റത്തിനുള്ള എല്ലാ തടസ്സങ്ങളും മാറി. ഭരണം കയ്യെത്താവുന്ന വിധം അടുത്തെത്തിയപ്പോൾ സന്ദർഭത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ സർദാർ വല്ലഭായി പട്ടേലും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ചേർന്ന് പുതിയ കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുവാനുള്ള അണിയറ നീക്കം ആരംഭിച്ചു. പട്ടേലിനെ പ്രസിഡന്റാക്കുവാനുള്ള പരിപാടി നടപ്പാക്കാൻ അവർ എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അധികാര കൈമാറ്റം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റിനെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കുമെന്നും അങ്ങനെ പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാമെന്നുമുള്ള കണക്കുകൂട്ടലാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നിൽ ഉണ്ടായിരുന്നത്. രഹസ്യമായ ഈ നീക്കം മനസ്സിലാക്കിയ മൗലാന ആസാദ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുകയും വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയില്ലെന്ന് പരസ്യപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. പട്ടേലിനെതിരായി മത്സരിക്കണമെന്ന് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷവും ആസാദിനോട് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. ഈ അവസരത്തിൽ ഗാന്ധിജി പട്ടേലിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും സർദാർ വല്ലഭായി പട്ടേൽ കോൺഗ്രസ് പ്രസിഡന്റും ഭാവി പ്രധാനമന്ത്രിയാകാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു. ഇത് രാജ്യത്ത് അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന് ആശങ്കയുണ്ടായിരുന്ന മൗലാന ആസാദ് സന്ദർഭത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പ്രസിഡന്റാക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി ചേർന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ മൗലാന തന്നെ പണ്ഡിറ്റ് ജിയുടെ പേര് നിർദ്ദേശിക്കുകയും അത് മിന്നൽ വേഗത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ചിലർ പട്ടേലിൻ്റെ പേര് നിർദ്ദേശിച്ചെങ്കിലും ഗാന്ധിജിക്ക് പോലും ഒന്നും പറയാൻ കഴിയുന്നതിനു മുമ്പ് പണ്ഡിറ്റ് ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യ വിഭജനത്തിൻ്റെ മുഖ്യ കാരണം യാദൃച്ഛികമെന്ന് തോന്നാവുന്ന പിന്നീടുണ്ടായ നാടകീയ സംഭവങ്ങളാണ് ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതത്തിനും ഇന്ത്യ വിഭജനം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്കും നിമിത്തമായത്. 1946 ജൂലൈ 6-നാണ് പണ്ഡിറ്റ് ജി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജൂലൈ 10-ന് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള ആദ്യ പത്രസമ്മേളനം അദ്ദേഹം ബോംബെയിൽ വിളിച്ചുകൂട്ടി. ആ പത്രസമ്മേളനത്തിലെ പണ്ഡിറ്റ് ജിയുടെ ചില പരാമർശങ്ങളാണ് അപ്രതീക്ഷിതമായി രാഷ്ട്രീയ ഗതിമാറ്റം ഉണ്ടാക്കിയത്. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കോൺഗ്രസ് പൂർണ്ണമായും അംഗീകരിച്ചോ എന്ന ഒരു പത്രപ്രതിനിധിയുടെ ചോദ്യത്തിന് ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് കോൺഗ്രസ് തീരുമാനിക്കുമെന്ന മറുപടിയാണ് പണ്ഡിറ്റ് ജി നൽകിയത്. പണ്ഡിറ്റ് ജി മുസ്ലിം ലീഗിനെ അവഹേളിച്ചുവെന്നും ലീഗുമായി ചേർന്നെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമെന്നും അഭിപ്രായപ്പെട്ട് മുഹമ്മദ് അലി ജിന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അംഗീകരിച്ചുകൊണ്ടുള്ള ലീഗിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. വിഭജനത്തിന് വേണ്ടിയുള്ള വാദം അദ്ദേഹം ശക്തമാക്കുകയും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നേരത്തെ പല സന്ദർഭങ്ങളിലും ജിന്ന സാഹിബ് വിഭജനത്തിന് വേണ്ടി വാദിച്ചിരുന്നുവെങ്കിലും അതെല്ലാം രാഷ്ട്രീയ വിലപേശൽ തന്ത്രം മാത്രമായിരുന്നു. എന്നാൽ പണ്ഡിറ്റ് ജിയുടെ ബോംബെ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒരു ഉപാധിയായി തന്നെ ജിന്ന സാഹിബ് വിഭജനം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ലോകപ്രശസ്തരായ 2 രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ വൈകാരിക പിരിമുറുക്കമാണ് ഇന്ത്യ വിഭജനത്തിന് ആക്കം കൂട്ടിയത്. ഇന്ത്യയെ കീറിമുറിച്ച ഈ മഹാപാതകത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നാം മോചിതരായിട്ടില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കലാശക്കൊട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം പുതിയൊരു ലോകം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. 1. സ്വാതന്ത്ര്യ സമരകാലത്ത് ഏതെല്ലാം സംഭവങ്ങൾക്ക് മൗലാന ആസാദ് നേതൃത്വം വഹിച്ചിട്ടുണ്ട്? ക്രിപ്സ് മിഷൻ, ക്യാബിനറ്റ് മിഷൻ, സിംല കോൺഫറൻസ്, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. 2. സിംല കോൺഫറൻസ് പരാജയപ്പെടാൻ കാരണമെന്ത്? എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കമാണ് സിംല കോൺഫറൻസ് പരാജയപ്പെടാൻ കാരണം. 3. ക്രിപ്സ് മിഷൻ്റെ വ്യവസ്ഥകൾ എന്തെല്ലാം? ലോകമഹായുദ്ധം അവസാനിച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം. അതുവരെ ഭരണനിർവഹണത്തിനായി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിക്കാം. കൗൺസിൽ അംഗങ്ങൾക്ക് മന്ത്രിമാരുടെ പദവി നൽകാം. വൈസ്രോയിക്ക് ഭരണഘടനാപരമായ രാഷ്ട്രത്തലവൻ്റെ സ്ഥാനമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവയായിരുന്നു അധികാര കൈമാറ്റത്തിന് ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ. 4.
ഭരണം കയ്യെത്താവുന്ന അടുത്തെത്തിയപ്പോൾ ചിലർ പുതിയ കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള നീക്കം ആരംഭിച്ചു. കാരണം എന്ത്? ഭരണം കയ്യെത്താവുന്ന വിധം അടുത്തെത്തിയപ്പോൾ സന്ദർഭത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ സർദാർ വല്ലഭായി പട്ടേലും ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ചേർന്ന് പുതിയ കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള അണിയറ നീക്കം ആരംഭിച്ചു. പട്ടേലിനെ പ്രസിഡന്റാക്കുവാനുള്ള പരിപാടി നടപ്പിലാക്കാൻ അവർ എല്ലാ ഏർപ്പാടുകളും ചെയ്തു. അധികാര കൈമാറ്റം നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റിനെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കുമെന്നും അങ്ങനെ പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കാമെന്നുമുള്ള കണക്കുകൂട്ടലാണ് പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് പിന്നിൽ ഉണ്ടായിരുന്നത്. 5. പ്രസിഡന്റായിരുന്ന അബുൽ കലാം ആസാദ് എന്ത് നിലപാട് സ്വീകരിച്ചു? മൗലാന ആസാദ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തീരുമാനിക്കുകയും വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയില്ലെന്ന് പരസ്യപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. 6. പണ്ഡിറ്റ്ജിയുടെ ബോംബെയിലെ പത്രസമ്മേളനത്തിലുണ്ടായ ചില പരാമർശങ്ങളാണ് അപ്രതീക്ഷിതമായി രാഷ്ട്രീയ ഗതിമാറ്റം ഉണ്ടാക്കിയത്. എന്താണ് ആ പരാമർശം? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ കോൺഗ്രസ് പൂർണ്ണമായും അംഗീകരിച്ചോ എന്ന ഒരു പത്രപ്രതിനിധിയുടെ ചോദ്യത്തിന് ക്യാബിനറ്റ് മിഷൻ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് കോൺഗ്രസ് തീരുമാനിക്കുമെന്ന മറുപടിയാണ് പണ്ഡിറ്റ്ജി നൽകിയത്. ഇതായിരുന്നു ആ പരാമർശം. 7. മുഹമ്മദ് അലി ജിന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അംഗീകരിച്ചുകൊണ്ടുള്ള ലീഗിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. കാരണം വ്യക്തമാക്കുക. പണ്ഡിറ്റ്ജി മുസ്ലിം ലീഗിനെ അവഹേളിച്ചുവെന്നും ലീഗുമായി ചേർന്നെടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമെന്നും അഭിപ്രായപ്പെട്ട് മുഹമ്മദ് അലി ജിന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അംഗീകരിച്ചുകൊണ്ടുള്ള ലീഗിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. ഇതോടുകൂടി പാഠഭാഗത്ത് തന്നിട്ടുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.